ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആയിക്കൊള്ളട്ടെ നോ കോണ്ടാക്ട് ആയിക്കൊള്ളട്ടെ, വളരെ സ്ട്രോങ് ആയിട്ട് പരസ്പരം ഒരു രീതിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജി ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണ്? അവർ മനസ്സുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ, തോട്ട്സ് ഒക്കെ, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗും കൂടിയാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. മൈൻഡ് എല്ലാം ഒന്ന് കാം ആക്കി വെക്കുക. ഒന്ന് ഡീപ്പ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The World, Hanged Man, Five of Wands, The Magician, Nine of Swords, Strength, Six of Cups, Nine of Wands, The Lovers, Three of Cups, Knight of Pentacles, Seven of Swords, Queen of Cups, Seven of Cups, Ace of Wands, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Four of Swords വന്നിട്ടുണ്ട്. Ten of Pentacles വന്നിട്ടുണ്ട്. Two of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് Four of Wands ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ തന്നെ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ തന്നെ തുടങ്ങിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് യാതൊരുവിധ ഗ്രോത്തും ഇല്ലാതെ ഒരു നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ സ്റ്റക്ക് ആയിട്ട് പോയിരിക്കുന്ന എനർജി. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അതിവിദഗ്ധമായിട്ട് തന്നെ നിങ്ങളെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഒരു ഇൻഫ്ലുവൻസ് മൂലം നിങ്ങളുടെ ലൈഫിൽ നിന്ന് വലിയൊരു ചതി നൽകി, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച് കടന്നു പോയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബന്ധം വന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കിടയിൽ കുറച്ചധികം പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു ഓവർ തിങ്കിങ് ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയ വ്യക്തികളുടെ എനർജി, നിങ്ങളുടെ എനർജിയാണ് അതിവിടെ കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിക്കും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന ഒരു എനർജി ആയിരിക്കും ഇപ്പോൾ. പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ വന്നിട്ടില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിലും ഒരുപാട് ഹൈയിലേക്ക് നിങ്ങൾ എത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും മനസ്സ് പലപ്പോഴും ഇടറി പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തിരികെ വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ കാര്യം തന്നെ നോക്കാം. ഈ ഒരു വ്യക്തി ഇപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ വളരെയധികം ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവിടെ നിൽക്കാനുള്ള ഭയമാണ്. നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് അല്ല എടുത്തിരിക്കുന്നതെങ്കിൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തേർഡ് പാർട്ടിയെ മനസ്സുകൊണ്ട് വല്ലാതെ ഭയക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാനായിട്ട് ഒരു ട്രോമ ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്.
അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ, ഒരു നൊസ്റ്റാൾജിയ കാർഡാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പഴയ ഓർമ്മകളിലേക്ക് അവർ കടന്നു പോയിരിക്കുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തത കൈവന്നിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനൊരു മാറ്റത്തിന്, ഇങ്ങനൊരു പരിവർത്തനത്തിലേക്ക് അവരുടെ മൈൻഡ് എത്താനുള്ള കാരണം എന്ന് തന്നെ പറയുന്നത് ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് വലിയ രീതിയിൽ ഒരു വേദന, അല്ലെങ്കിൽ അവിടെ നിന്നും നിങ്ങളെ ചതിച്ച ഒരു ചതി അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഭയം ഇവരിൽ നിഴലിച്ചു നിൽക്കുന്നതും. എത്രയും വേഗം അവര് ഫേസ് ചെയ്യുന്ന ട്രോമയിൽ നിന്നും എത്രയും വേഗം ഒന്ന് പുറത്തേക്ക് ചാടണം, അതിനെ ഓവർകം ചെയ്ത് സ്വന്തമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തന്നെ എത്തണം എന്നവര് ആഗ്രഹിക്കുന്നതും. ഒരു ജഗ്ലിംഗ് എനർജിയിലാണ് അവർ ഇതുവരെ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന രീതിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യ സമയത്തൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇവർ ആ ഒരു വിദഗ്ധമായിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്ത് പോയിരുന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷമം, അല്ലെങ്കിൽ ഈ ഒരു വേദനയുടെ, ഈ ഒരു ചതിയുടെ ഭാഗമായിട്ട് മനസ്സും ശരീരവും എല്ലാം തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധ മൈൻഡ് സെറ്റുകളും മാറിയിരിക്കുന്നു. ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ എല്ലാ രീതിക്കും ചേഞ്ച് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം അവരുടെ ഒരു തോട്ട്സ് ഒക്കെ ഏത് രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത്. നമുക്കിവിടെ ഹാങ്ഡ് മാനും വേൾഡ് എനർജി ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആദ്യമേ തന്നെ പറയാം, ഇവരുടെ കാഴ്ചപ്പാടുകളെല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇവർ എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇതുവരെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് തിരികെ എങ്ങനെയെങ്കിലും പിടിക്കണം, നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജിയിൽ നിന്നും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതിനെ തിരികെ നേടണം എന്നൊരു എനർജിയിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം കൊണ്ടുവരണം, അതിലൂടെ ബന്ധത്തിനെ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടേത്. അതുപോലെ ഇവിടെ മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു കാര്യത്തിൽ വരുന്നുണ്ട്. തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിലേക്കൊക്കെ ഇത് സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം ഈ ഒരു പേഴ്സൺ ഭയക്കുന്നുണ്ട്. ഇനി ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകുമ്പോൾ ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം എന്ന് പറയുന്നത് ഈ ഒരു ട്രോമ പീരീഡിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു ചിന്തയും, അതോടൊപ്പം നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു പാസ്റ്റിലെ തന്നിരിക്കുന്ന ആ ഒരു പെയിൻ ഇനി ഇവരെ ഏതൊക്കെ രീതിയിൽ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഭയവും ഇവരിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല തിരികെ വരുമ്പോഴേക്കും നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ചിലവരുടെ കേസിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു പേഴ്സൺ വന്നാൽ മതി, നന്നായിട്ട് വരണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവരുടെ ഓർമ്മയിൽ ഇവർ തന്നിരിക്കുന്ന പെയിൻ ഇവർക്ക് അറിയാമല്ലോ, എത്ര രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം, സിറ്റുവേഷൻ ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് ഇവർ അതിനേക്കാൾ കൂടുതലായിട്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എങ്ങനെ ആയിരിക്കും ഈ ഒരു ഫേസ് ചെയ്യേണ്ടി വരിക ഈ ഒരു സിറ്റുവേഷൻസിനെ എന്നൊക്കെ. എങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. എന്ത് വില കൊടുത്തിട്ടും ഈ ഒരു ബന്ധം തിരികെ പിടിക്കണം, ഒരു രീതിക്കും നഷ്ടപ്പെട്ടു പോകരുത്. അതുപോലെ തന്നെ അർഹമായ സ്നേഹം നിങ്ങളിലേക്ക് നൽകണം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അർഹമായ സ്നേഹം അല്ല, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാർഡ് കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ മാരേജ് കഴിഞ്ഞ വ്യക്തികളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാരേജിലേക്ക് പോകാൻ നിൽക്കുന്നവരായിരിക്കാം. ഒരു കമ്മിറ്റ്മെന്റിൽ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ എക്സ്ട്രാ മെറിറ്റലും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി വെറുതെ ഒരു ടോക്ക്, വെറുതെ ഒന്ന് സംസാരിക്കുക, കാണുക, ആ ഒരു എനർജിയേക്കാൾ കൂടുതൽ ഒരു സോൾ കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് അതിലൂടെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു ബന്ധമായിരിക്കും ഇത്. അപ്പൊ അർഹമായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം നൽകുകയും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്നേഹം മറ്റൊരു രീതിയിലേക്ക് ഇനി കൊടുക്കാൻ തയ്യാറാകാതെയും ഈ ഒരു ബന്ധത്തിനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് അവരിപ്പോ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 6 of Cups ആണ്, നൊസ്റ്റാൾജിയ കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയ നല്ല നല്ല മൊമെന്റ്സ് എല്ലാം ഇവരിപ്പോ ഓർക്കുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് ട്രോമകൾ നേരിടേണ്ടി വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു കമ്പാരിസൺ നടത്തുന്നത്. അതായത് നിങ്ങളായിരുന്നു ഇതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നപ്പോഴേക്കും ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുമെങ്കിൽ പോലും ഒരു ട്രോമ ഫേസ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർക്ക് ഒരു വലിയ ചതി നേരിടേണ്ടി വരികയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ഭയം തിരികെ വരുന്ന കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവരുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ട്. എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് തിരികെ വരണം എന്നൊരു ആക്ഷൻ തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. ലവേഴ്സ് എനർജിയാണ്, നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആകുന്നു.
അവരിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുമായിട്ട് നിൽക്കുന്ന എനർജിയിൽ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളിലേക്കാണ് അവർ കൂടുതലായിട്ട് അട്രാക്റ്റ് ആകുന്നതും അത് മാത്രമല്ല അവരുടെ ഒരു സമാധാനം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തകളിൽ പോലും മുന്നോട്ടേക്ക് അവരെ നയിക്കുന്നത് ഇപ്പൊ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരിക എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെയാണ്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ ഒരു celebration കൊണ്ടുവരണം. celebration എന്ന് പറയുന്നത് മാരേജിലേക്ക് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് കമ്മിറ്റ്മെന്റിലൊക്കെ കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയെ വീണ്ടും തിരിച്ചു പിടിക്കണം. അതിലൂടെ ആ ഒരു സക്സസ് ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകണം. ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. ഇനി ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡിങ് മെന്റാലിറ്റി ഒക്കെ ചെയ്ത വ്യക്തികളായതുകൊണ്ട് തന്നെ ഇനി ആ ഒരു രീതി ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകൾ, അതുപോലെ അവർ തെറ്റിദ്ധരിച്ച് പോയിരിക്കുന്ന സിറ്റുവേഷൻസ്, അവിടെ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് അവർ മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് സിറ്റുവേഷൻ ബേസ് ചെയ്ത് സംഭവിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തണം. നിങ്ങൾ forgive ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിള്ളലുകളെ എല്ലാം എല്ലാ രീതിക്കും build ചെയ്ത് വീണ്ടും repair ചെയ്തിട്ട് പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക. നെഗറ്റിവിറ്റിയെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ഒരു ലൈഫിൽ നിൽക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിക്കൊള്ളട്ടെ, അതിനെ എല്ലാം കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക. ആ ഒരു ലെറ്റ് ഗോ ചെയ്ത് വിടുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് മുന്നോട്ടേക്ക് ഇനി വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഇവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്നേഹവുമായിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എത്തണം. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവർ ഒരു രീതിക്ക് ഈ ഒരു ഹോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് യാതൊരു രീതിക്കും താഴേക്ക് തുളുമ്പി പോവാത്ത രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു യാത്രയിലാണ് അവര്. അതുപോലെ ഇവിടെ cheating energy നമുക്ക് again കാണിക്കുന്നുണ്ട്. അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു cheating അല്ലെങ്കിൽ അവരുടെ life ൽ അവർ നേരിട്ടിരിക്കുന്ന ഈ ഒരു വേദന തന്നെയാണ് അവരെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു വേദന അവരുടെ life ൽ അവർ നേരിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണ് അവർക്ക് ആ ഒരു കർമ്മയുടെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു situation ന്റെ depth എത്രത്തോളം ആണ് എന്നുള്ളതും അവര് നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു വേദനയുടെ തീവ്രമായിട്ടുള്ള അനുഭവം എന്തുമാത്രമാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നതും അപ്പോഴാണ്. അങ്ങനെയൊക്കെ ചിന്തകൾ അവരിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പൊ നിങ്ങളോട് കൂടുതലായിട്ട് ഒരു attraction വരുന്നതും സ്നേഹം വന്നിരിക്കുന്നതും. തീർച്ചയായിട്ടും ആ ഒരു person നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ situation base ചെയ്തിട്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിരിക്കുന്നതും. ചിലവരെ സംബന്ധിച്ച് cheating ചെയ്തവരും ഉണ്ട്. അപ്പൊ നേരത്തെ എത്രമാത്രം സ്നേഹമാണ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഒരു പടി കൂടുതലായിട്ടാണ് നിങ്ങളുടെ person ഇപ്പൊ നിങ്ങളോടുള്ള സ്നേഹം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു priority ഒക്കെ തരാതെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളിലേക്ക് ആ ഒരു priority എല്ലാം തരണം. അത്രത്തോളം ഒരു passionate ആയിട്ട് നോക്കിക്കാണുകയാണ്. തീർച്ചയായിട്ടും അവർ അനുഭവിച്ചിരിക്കുന്ന trauma തന്നെയാണ് ഈ ഒരു രീതിയിൽ അവരെ ചിന്തിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരു വ്യക്തിനെ ഒരു passionate ആയിട്ട് കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ relationship ൽ ചിലപ്പോൾ തുടക്ക സമയത്തായിരിക്കും ഇവർ അങ്ങനെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക. നിങ്ങളാണ് ഇവരുടെ ലോകം എന്നുള്ള രീതിക്കൊക്കെ നടന്നിട്ടുണ്ടാവുന്നത് ആ ഒരു സമയത്തായിരിക്കും. പോകെ പോകെ ഒരു relationship ന്റെ കാര്യത്തിലേക്ക് ആ ഒരു strength ഒക്കെ വന്ന് ഒരു പഴക്കം ചെന്ന് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആ ഒരു പഴയ bonding ഓ ആ ഒരു പഴയ feeling ഓ ഒന്നും ഇവരിൽ നിന്ന് നിങ്ങൾക്ക് expressive ആയിട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ വീണ്ടും ഈ ഒരു situation create ചെയ്ത് അവരായിട്ട് തന്നെ പോയി ചാടി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ അവർക്ക് വീണ്ടും ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പഴയ രീതിയിലുള്ള courage ലേക്ക് തന്നെ ആ ഒരു രീതിയിലേക്ക് തന്നെ ആ ഒരു dreams ലേക്ക് തന്നെ ഇതിനെ എത്തിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളൊരു എന്താ പറയാ ഒരു confusion stage ൽ നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് ഇവരുടെ life ൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. decision എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്ത് രീതിയിലൊക്കെ വരണം എന്നുണ്ടെങ്കിലും അതിനൊരു action എടുക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് അറിയില്ല. ഇവർക്ക് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് തിരികെ വരണം. പക്ഷെ അതിന് ഏത് രീതിയിലാണ് action എടുക്കേണ്ടത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ തീർച്ചയായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. അവരുടെ മനസ്സിൽ നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭയം തന്നെയാണ് അതിന്റെ ഒരു കാരണമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്കിലും ആ ഒരു ഭയം ഒന്നും ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ relationship നെ ബാധിക്കരുത്. ഇത്രയും നാളും തന്നെ ഈ relationship എന്ന് പറയുന്ന resting energy ലാണ് പോയത്. പ്രത്യേകിച്ച് ഒരു growth ഉം ഇല്ലാതെയാണ് നിന്ന് പോയത്. അതിന്റെ കാരണവും സ്വന്തം mistake തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു resting period നെ എല്ലാം പൂർണ്ണമായിട്ട് മാറ്റേണ്ട ഒരു സമയമായി. ഒരു abundance നിങ്ങളുടെ life ലേക്ക് എത്തണം. present situation ൽ തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഒരു imaginary world ൽ അല്ല ജീവിക്കേണ്ടത്. ചിലപ്പോൾ ഇവരൊരു imaginary world ൽ ജീവിക്കുന്നവരായിരിക്കാം.
ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നവര്, ഫിസിക്കൽ അപ്പിയറൻസിന് പ്രാധാന്യം കൊടുക്കുന്നവര്, അതുപോലെ തന്നെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിന് പ്രാധാന്യം കൊടുക്കുന്നവര്, അങ്ങനത്തെയൊക്കെ എനർജി ആയിരിക്കും ചിലപ്പോൾ ഇവരിൽ കൂടുതലായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഇവർ ഈ ഒരു പ്രവൃത്തിയിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഇവർക്ക് റിയലൈസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മൂലം ഇവർ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി അങ്ങനെയല്ല റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകേണ്ടത്. എല്ലാം വിധിയാണ് എന്നുള്ള രീതിക്ക് എടുക്കാനൊന്നും ഇവർ തയ്യാറല്ല. ചിലപ്പോൾ ചിലവരുടെ കേസിൽ എല്ലാം വിധിയാണ്, ഇങ്ങനെ തന്നെ സംഭവിക്കാനായിരിക്കും വിധി എന്നുള്ള രീതിക്ക് മാറിപ്പോകുന്ന എനർജി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, കുറച്ച് നാളുകളും ആയിക്കൊള്ളട്ടെ, ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും ഇവർ അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇവർ എന്ത് രീതിക്കാണെങ്കിലും അതൊരു വിധിക്ക് മേലെ പഴിക്കാതെ ആക്ഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഉണ്ടെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കാം, ആ ഒരു രീതിയിലേക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവരിപ്പോ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻസ് ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ഗോൾ പോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തിനെ വീണ്ടെടുക്കാനായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, അതിലൂടെയാണ് ഇവർ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും പ്രപ്പോസ് ചെയ്യുക, ഒന്ന് വെറുതെ വന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്ന് പറയുന്ന അവരുടെ എയിം എന്ന് പറയുന്നത് നിങ്ങളോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അതിലൂടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒന്ന് പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ആ ഒരു സത്യസന്ധമായ രീതിയിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ റിലേഷൻഷിപ്പിൽ സംഭവിക്കണമെന്നും അതിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. ആ ഒരു മുകളിൽ നിന്നിരുന്ന ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയ എനർജി എന്നൊക്കെ താഴേക്ക് വന്നിട്ട് സത്യസന്ധമായ രീതിയിലും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലും റിലേഷൻഷിപ്പിനെ കാണാനായിട്ട് ഇവരിപ്പോ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് ഒരുപാട് പണനഷ്ടം വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിന്റെ പുറകെ ഇവർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ആ ഒരു കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരിലേക്കും കൂടിയിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മാനസിക നില തെറ്റിയ ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിലും എന്ത് രീതിക്കാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു പണവും കാര്യങ്ങളും, അതുപോലെ ഒരു സൈഡിൽ നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവ്, ഈ ഒരു എനർജിയൊക്കെ ഇവർക്ക് മിക്സർ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും സ്ട്രോങ് ആയിട്ട് അവർ എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിത്വം അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അത് മാത്രമല്ല, ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ആ ഒരു പണത്തിന്റെ പുറകെ മാത്രമായിട്ട് പോകാതെ നിങ്ങളിലേക്ക് ആദ്യം എത്തുക, നിങ്ങളുമായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പരിഹരിക്കുക, അതിലൂടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു പുതിയ തുടക്കം കൊണ്ടുവരിക. അങ്ങനെ എല്ലാം നേടിക്കഴിയുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ നീതിപൂർവ്വം പെരുമാറുമ്പോൾ അവരിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഗുഡ് കർമ്മയും അവരിപ്പോ റിയലൈസ് ചെയ്യുകയാണ്. അതിലൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കും എന്നൊരു ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെന്റക്കിൾസ് ആണ്, ഫാമിലി കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്തത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. ഫാമിലി കാർഡ് വന്നുകൊണ്ടും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് കാർഡ് വന്നുകൊണ്ടുമാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ചിലവരുടെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ടായിരിക്കും, സൈലന്റ് ആയിട്ടായിരിക്കും റിലേഷൻഷിപ്പിൽ നിന്ന് പോയിരിക്കുന്നത്, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോയിരിക്കുന്നത്. എന്താണ് കാരണം എന്നുള്ളതൊന്നും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ചിലപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും. കാരണം ഇവിടെ ഒരു ഹൈഡിങ് മെന്റാലിറ്റി വന്നിട്ടുണ്ട്. അത് സീക്രട്ട് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക, നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ പെട്ടെന്ന് പോയിരിക്കുന്ന എനർജി. അങ്ങനെ പോയവരാണെന്നുണ്ടെങ്കിലും അവരിപ്പോ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ഇതേ രീതിയിൽ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തു പോയല്ലോ എന്നൊരു ചിന്ത, അത് ട്രോമ അനുഭവിക്കേണ്ടി വന്നപ്പോൾ തന്നെയാണ്. അപ്പൊ ഇവിടെ പൊതുവായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ചിന്താഗതികളിൽ മാറ്റം വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ട്രോമ തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പണമോ സ്വർണമോ കാര്യങ്ങളോ മാത്രമല്ല ഇവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് വന്നിരിക്കുന്നത് ഇവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന ആഘാതമാണ്. കാരണം അത്രയും ട്രസ്റ്റ് ആയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുന്നത്, ആ ഒരു എനർജിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ അടി എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു അടി തന്നെയാണ്.
അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. ആ ഒരു ട്രൂത്ത് അവരുടെ മുന്നിലേക്ക് തന്നെ ഇപ്പൊ വെളിപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വരുന്ന ഒരു ഫീലിങ്സ് കൂടെ നമുക്ക് നോക്കാം. ഫിയർ ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ഭയം നിൽക്കുന്നുണ്ട്. ഇല്യൂഷൻ ആണ്, ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള ഭയമാണ്. ചിലപ്പോൾ നിങ്ങൾ തിരികെ വന്നു കഴിയുമ്പോൾ ഇവർ പേടിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവില്ലായിരിക്കും. കാരണം നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അതേ രീതിയിലാണ്. നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു പേഴ്സൺ നല്ല രീതിക്കായിട്ട് കാഴ്ചപ്പാടുകളൊക്കെ മാറി നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാനായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പ്രതീക്ഷിക്കുന്ന അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഇവര് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേദന ഇവർക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ഭയം നിൽക്കുന്നത്. ഒരു ആങ്സൈറ്റി, ഒരു ഓവർ തിങ്കിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫിയറിൽ കാണിച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു കംഫർട്ട് സോൺ ആയിരുന്നു നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവര്. അപ്പൊ ഇവര് നിങ്ങളെ ചീറ്റ് ചെയ്തല്ലോ എന്നൊരു ചിന്ത ഇവരെ തന്നെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്ട്രക്ചർ ആൻഡ് ഫൗണ്ടേഷൻ ആണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇനി ബിൽഡ് ചെയ്യണമെന്നും അതിലൂടെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒരു ഘടനയിലേക്ക് കൊണ്ടുവരണം. ഒരു സ്ട്രക്ചർ ഈ റിലേഷൻഷിപ്പിൽ വരണം. ചിലപ്പോൾ ഇപ്പൊ ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇപ്പൊ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം. ഇപ്പൊ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് സന്തോഷകരമായിട്ട് തന്നെ കുടുംബജീവിതമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എക്സ്ട്രാ മാരിറ്റലിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു ധാർമ്മികതയോടുകൂടി അതിനെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഈ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു ടൈം പാസ് എന്നുള്ള രീതിക്ക് ഇതിനെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹമാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. കൺട്രോൾ ആണ് കിട്ടിയിരിക്കുന്നത്. സ്വന്തം ഇമോഷൻസിനെയും മൂഡ് സ്വിങ്സിനെയും എല്ലാം ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം റിലേഷൻഷിപ്പിന്റെ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറ്റണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ചു കൂട്ടിയിട്ട് അത് വീണ്ടും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ വീണ്ടും മൂഡ് സ്വിങ്സ് വരും. അങ്ങനെ വരുമ്പോൾ വീണ്ടും അതിനെ കൺട്രോൾ ചെയ്യും. അതായത് ഇവരുടെ മനസ്സ് ഇപ്പൊ ഒരു ഏകാഗ്രമായ ഒരു അവസ്ഥയിലല്ല നിൽക്കുന്നത്. ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഇഷ്യൂസിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് വന്നിരിക്കുന്ന ട്രോമ തന്നെയാണ്. ആ ഒരു ട്രോമ ഇവരെ ഭയങ്കരമായിട്ട് ചിന്തകളൊക്കെ മാറ്റിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഒരു ചീറ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഒരു ചതിയിലേക്ക് നിങ്ങളെ ഇട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കർമ്മ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു കർമ്മ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവരുടെ മനസ്സിനെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്തിരിക്കുന്നത്. ചില റീഡിങ്ങുകളിൽ നമുക്ക് കാണിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഏറ്റിരിക്കുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ മനസ്സിനെ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട്. എനർജി വന്നിട്ടുണ്ട്. ലോ എനർജി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സെൽഫ് കെയറിലേക്കൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ക്ലെൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, സ്വയം റീചാർജ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും ലോ എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. കാഴ്ചപ്പാടുകളെല്ലാം വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞു അവർക്ക് എന്ത് രീതിയിൽ ആക്ഷൻ എടുക്കണം എന്ന് അറിയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ലോ എനർജി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ്. അവരൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ആക്ഷൻ, തീർച്ചയായിട്ടും ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ അവർ കടന്നു വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തില് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലേക്ക് തന്നെ എത്തിക്കും. അതും ഈ ഒരു ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രപഞ്ചമായിട്ട് തന്നെ അവരുടെ മുന്നിലേക്ക് അതിനുള്ള അവസരങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ ഈ നിൽക്കുന്ന സിറ്റുവേഷനിലല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്തായാലും ആ ഒരു എന്താ പറയാ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഹോപ്പ് ആണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കാരണം ഇവിടെയും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്ന എനർജിയാണ്. അതുപോലെ തന്നെ 10 of cups ആണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കം, Ace of cups ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വൈകാരികപരമായ തുടക്കം ഉണ്ടാവുകയും അതിലൂടെ സന്തോഷകരമായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ രീതിയിലേക്ക് തന്നെ ആവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു വ്യക്തി ഇത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ച് പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് ഇപ്പൊ നിൽക്കുന്ന എനർജിയിൽ സഡൻ ആയിട്ടല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ സ്റ്റേജ് വരുന്നതും അവർ ലോ എനർജിയിൽ നിൽക്കുന്നതും. കാരണം ഇവർക്കൊരു ഹീലിംഗ് ആവശ്യമുണ്ട്. ആ ഒരു ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരുടെ മുന്നിലേക്ക് പ്രപഞ്ചമായിട്ട് തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുകയുള്ളൂ. ആ ഒരു ടൈമിൽ മാത്രമേ ഇവരുടെ മനസ്സിൽ അത് തോന്നുകയുമുള്ളൂ. അത് ഒരുപാട് വൈകിയുള്ള എനർജി അല്ല കാണിക്കുന്നത്. കാരണം ഇവർ ഓൾറെഡി ഹീലിംഗിലൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങൾ അവരിൽ കംപ്ലീറ്റ് ആകുമ്പോൾ അവർ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരും. അങ്ങനെ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ, ഒരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ.
യെസ്, നൊസ്റ്റാൾജിയ കാർഡാണ്. ഒരുപാട് മെമ്മറീസ് മൈൻഡിലൂടെ പോകുന്നുണ്ട്. ആ ഒരു ഹീലിംഗിലൂടെ പോകുമ്പോൾ, ആ ഒരു പഴയകാല ഓർമ്മകളിലൂടെ പോകുമ്പോഴൊക്കെ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പൊ കാണുന്നത്. ആരും കൂടെ ഇല്ല. അല്ലെങ്കിൽ ആരും കൂടെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അനുഭവയോഗ്യമല്ലാത്തൊരവസ്ഥ. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മനസ്സുകൊണ്ട് ഒന്നും ആരോടും ഷെയർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഇവർക്ക് ഇപ്പൊ സാധിക്കുന്നില്ല. നിങ്ങളോട് മാത്രമാണ് അവരുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോളജി ആൻഡ് ഫോർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത്. മനസ്സുകൊണ്ട് നിരന്തരമായിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കർമ്മ ഏറ്റിരിക്കുന്നത് ഇവരുടെ മൈൻഡിലാണ്. അല്ലാതെ ഇവരുടെ ഒരു കരിയർ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവരെ വിട്ടിട്ട് പോവുക, അങ്ങനത്തെ എനർജി അല്ല ഇവരെ ബാധിച്ചിരിക്കുന്ന കർമ്മ എന്ന് പറയുന്നത്. ഇവരുടെ മനസ്സിനെയാണ് ആ ഒരു കർമ്മ കിട്ടിയിരിക്കുന്നത്. ചെയ്തു പോയ തെറ്റുകൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ തകർത്തെറിഞ്ഞിട്ടാണ് ഇവർ പോയെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രപഞ്ചമായിട്ട് യൂണിവേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇവരുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ചിലവരുടെ കേസിൽ മെഡിക്കൽ ഒക്കെ എടുത്തു വരേണ്ട ഒരു അവസ്ഥ, അത്രത്തോളം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക്, ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓവർ തിങ്കിങ് കൊണ്ടുള്ള ഒരു ആങ്സൈറ്റി, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് റിലീസ് ആകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു മെഡിക്കൽ ഒക്കെ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരിക, ഒരു ക്ഷമാപണം നടത്തുക, അതിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ എല്ലാം ഇവരായിട്ട് തന്നെ തിരുത്തി വീണ്ടും മുന്നോട്ടേക്ക് എല്ലാവിധ സപ്പോർട്ടോടു കൂടിയും നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു വാഗ്ദാനം നിങ്ങൾക്ക് നൽകുക, അത് നടപ്പിലാക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. നമുക്കിവിടെ വന്നിരിക്കുന്ന എല്ലാ എനർജീസിലും സെയിം തന്നെ സ്പ്രെഡ് ആ കിട്ടിയിരിക്കുന്നത്. കാരണം ഇവരുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു നിൽക്കുകയാണ്. കുറ്റബോധം കൂടി 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 വന്നിട്ട് ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല. അത്രത്തോളം ഒരു ട്രോമ പീരീഡിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് എന്ന് പറയാം. യെസ്, ഗാർഡൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഗാർഡിയൻ ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കണം. ആ ഒരു സ്ട്രെങ്ത് ആയിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. നമുക്കിവിടെ 2 സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഇനി ഒരു ബ്ലോക്കേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ അവരുടെ ഹേർട്ട് ചക്രാസ് എല്ലാം ഇപ്പോഴാണ് ആക്ച്വലി ഓപ്പൺ ആയിരിക്കുന്നത്. ഇവരൊരു മൂഢതയിലാണ് നിന്നിരുന്നത്. അല്ലെങ്കിൽ അവർ ആ ഒരു മൂഢതയിലേക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നിരിക്കാം നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ അതിൽ നിന്ന് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയും അതിലൂടെ ആ ഒരു ഹീലിംഗിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടിട്ട് അവരുടെ ഹാർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആയി പതുക്കെ പതുക്കെ തുടങ്ങുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഗാർഡിയൻ ആയിട്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് ഇരിക്കണം. ഗാർഡിയൻ എന്ന് പറയുമ്പോഴേക്കും സപ്പോർട്ട്, എല്ലാ രീതിക്കും സപ്പോർട്ട് ആയിട്ട് നിൽക്കുക. ഇതുവരെ തരാതിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് ഇനി മുന്നോട്ടേക്ക് തരണം. അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്ന എല്ലാ തെറ്റുകളും തിരുത്താനായിട്ടും റിലേഷൻഷിപ്പിൽ ആ ഒരു എൻഡ് വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു എൻഡിങ് വരെ കൂടെ തന്നെ സപ്പോർട്ട് ആയിട്ട് നിൽക്കണം. മറ്റൊരു സിറ്റുവേഷനിലേക്ക് ഇനി പോകരുത്, ഈ ഒരു രീതിയിലേക്കൊക്കെയാണ് അവർ ചിന്തിക്കുന്നതും. റിലേഷൻഷിപ്പിൽ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും എല്ലാ സത്യസന്ധമായ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്തിട്ട് ആ ഒരു ബന്ധത്തിനെ ഒരു അബണ്ടൻസ് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ഇവരിപ്പോ ഒരുപാട് ചിന്തിച്ച് ആ ഒരു തോട്ട്സ് ഒക്കെ ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡ് എല്ലാം തന്നെ മാറി തുടങ്ങിയിരിക്കുകയാണ്. അവരൊരു പരിവർത്തന സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനത്തിലൂടെയാണ് അവരിപ്പോ കടന്ന് എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആവുന്ന ഒരു സമയത്ത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വാതിൽ, ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നതാണ്. ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതാണ്. ഒരുപാട് വൈകിയുള്ള എനർജി അല്ല, ഇതിനുള്ള പ്രോസസ്സിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ആ ഒരു എനർജി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. കാരണം ഒരു ചീറ്റിംഗ് ചെയ്ത വ്യക്തി പെട്ടെന്ന് ലൈഫിലേക്ക് തിരികെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡ് ചെയ്യാൻ ആയിരിക്കുകയില്ല. കാരണം അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കുള്ളൂ പെട്ടെന്ന് ഒരു ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികളാണ്. തീർത്തും നിങ്ങളെ തല്ലിക്കെടുത്തി പോകുന്ന ഒരു അവസ്ഥ. ഒരു നല്ല രീതിക്ക് നിന്നിരുന്ന നിങ്ങളെ പൂർണ്ണമായിട്ട് ഒരു കുഴിയിലേക്ക് വീഴ്ത്തിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി കളഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ വെറുതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി ആഗ്രഹിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഇവർ മാറിയതിനു ശേഷം, അതിനുശേഷം മാത്രമാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇവർ വരാൻ പാടുള്ളൂ എന്നുള്ളത് യൂണിവേഴ്സിന്റെ തന്നെ തീരുമാനമാണ്. അതാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് പോലും വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ മാറി കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. റെസ്റ്റിംഗ് പീരീഡ് എല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഒരു മാറ്റം നിങ്ങൾക്ക് പോലും വരാനായിട്ട് പോവുകയാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. എറണാകുളം എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 31, 28 എറണാകുളം എഗെയിൻ വന്നിട്ടുണ്ട്. മകം എന്നൊരു സ്റ്റാർ, ജി എന്നൊരു ലെറ്റർ, സ്കോർപിയസ് വന്നിട്ടുണ്ട്. വിത്തിൻ 3 months ചിലർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വരുന്ന 3 മാസത്തിനുള്ളിൽ, അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് മുതൽ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതായിരിക്കും. എസ് എന്നൊരു ലെറ്റർ, ടി എന്നൊരു ലെറ്റർ, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ചിലവരുടെ കേസിൽ 7 days കാണിക്കുന്നുണ്ട്. കെ എന്നൊരു ലെറ്റർ, ടി എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം 25, പൂരാടം സ്റ്റാർ വന്നിട്ടുണ്ട്. കാർത്തിക, ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട്. ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. 36, 37 കാലിക്കറ്റ്, 1968 എച്ച് എന്നൊരു ലെറ്റർ എഗെയിൻ വന്നിട്ടുണ്ട്. ലിയോ, തൃക്കേട്ട എന്നൊരു സ്റ്റാർ, എം എന്നൊരു ലെറ്റർ, ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതുമാണ്, ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.